ഇന്ന് നമ്മളൊരു പ്രത്യേകതരം ഒരു അച്ചാറുണ്ടാക്കാൻ പോകട്ടോ. നമുക്ക് തക്കാളിയാണ് ഇടുന്നത്. തക്കാളി നമ്മൾ സിമ്പിലേക്ക് വെക്കും കേട്ടോ. 5 തക്കാളിയാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരുന്നത്. ഒരു 5-6 മാസം ഇരുന്ന് ഞാൻ കുഴപ്പമില്ലാത്ത സംഭവം കേട്ടോ. അടിപൊളി തക്കാളി. ഒരു വെളുത്തുള്ളി വെച്ചിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള വെളുത്തുള്ളി വെച്ചിട്ടുണ്ട്. വാളംപുളിയാണേ ചമ്മന്തിക്കുള്ള. ഒരു നാരങ്ങ മുഴുത്തിനുള്ള വാളംപുളി. ഇതൊന്ന് ശരിക്കും ഒന്ന് ആവി കയറ്റിക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ വെച്ചിരിക്കുന്ന ഒന്ന് റെഡി ആയിരുന്നു കേട്ടോ. പുളിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഇവിടെ ആയിട്ടുണ്ട്. തക്കാളി നന്നായി ഇത് ആയിരുന്നു കേട്ടോ. ഇനി ഇത് കുറച്ച് സമയം ചൂടാറാൻ വെക്കണേ. ചൂടാറിയിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ബാക്കി ചൂടാറാൻ വേണ്ടി നമ്മൾ പാത്രത്തിലേക്ക് വെക്കുക കേട്ടോ. ഇഡ്ഡലി ചെമ്മീന്ന് മാറ്റി വെളുത്തുള്ളി തോല് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ടൊമാറ്റോ തോല് കളഞ്ഞെടുക്കുവാണ്. ആവശ്യമുണ്ടെങ്കിൽ ഞെടുപ്പ് അടിച്ചാൽ കേട്ടോ. ഞാൻ ഞെടുപ്പ് അടിച്ച് കളയുന്നില്ല. നമ്മൾ തക്കാളിയുടെ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു മിക്സിയിലേക്ക് ഇട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പുളിയില്ലേ, പുളിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അരച്ചെടുക്കുവാണേ. തക്കാളിയും പുളിയും കൂടി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചെറുതായിട്ട് വെളുത്തുള്ളി നമുക്കൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ചെറിയ പീസാക്കി എടുത്താൽ ഈ പരുവത്തിനായിട്ട് വേണ്ടത്. ഇവിടെ വേണ്ട കേട്ടോ. ഇങ്ങനെ ഈ പരുവം മതി.